പണപ്പെട്ടി ഉണ്ട്. അഭിഷേകിന് പണപ്പെട്ടിയുടെ പേരിൽ വാണിംഗ് കിട്ടിയോ? എന്താണ് ഇന്ന് നമ്മൾ ലൈവിൽ കാണാൻ പോകുന്ന സംഭവം? ലൈവിൽ ഇപ്പോൾ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് പറയാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യണം. ഇതുപോലത്തെ എക്സ്ക്ലൂസീവ് ജെന്യൂൻ ഫാസ്റ്റ് അപ്ഡേറ്റ്സിനായിട്ട് ഇപ്പം തന്നെ ചാനൽ ഫോളോ ചെയ്യാൻ വേണം. അപ്പോൾ ആദ്യം ഞാൻ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം പറയാം. അഭിഷേക്, സിജോ, സായി, പണപ്പെട്ടി, ഇത് തന്നെയാണ് ചർച്ച. രാവിലെ തന്നെ അഭിഷേക് ഋഷിയുടെ അടുത്ത് പണപ്പെട്ടി എടുക്കുന്ന കാര്യത്തെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കുന്നു. ഋഷി ഒരു കമ്പൽ ചെയ്യുന്ന ഒരു ലെവലിൽ, എന്നാൽ പൊതുവെ അത് ഓപ്പണായിട്ട് പറയുന്നുമില്ല. നിനക്ക് ആവശ്യമുണ്ടോ, നീ വിജയിക്കാൻ സാധ്യത ഉണ്ടോ, നീ അങ്ങനെ കരുതും, ഇതിൻ്റെ പിന്നിൽ ഒരുപാട് ആൾക്കാരുണ്ട് എന്നുള്ള ലെവലിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഒരുമാതിരി ഋഷിയെ കമ്പൽ ചെയ്യുന്ന ഒരു ലെവലിലാണ് പുറത്ത് ഇപ്പോൾ ഔട്ട്പുട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പണപ്പെട്ടി തന്നെയാണ് അവിടുത്തെ ടോക്ക്. ഇതിന് പുറമെ ആയിട്ട് ഞാൻ അറിഞ്ഞൊരു വിവരമാണ്, അഭിഷേകിന് ഇന്നലെ രാത്രി എന്തോ ഒരു വാണിംഗ് കൺഫഷൻ റൂമിൽ വിളിച്ചിട്ട് കിട്ടി. അത് മിക്കവാറും ഇന്ന് ലൈവിൽ കാണിക്കുമായിരിക്കാം. കാരണം ഈ പറയുന്ന പണപ്പെട്ടിയുടെ കേസിൽ ഋഷിയെ കമ്പൽ ചെയ്യുന്നു എന്നുള്ള ഒരു ലെവലാണ്. അത് ലൈവിൽ ചിലപ്പോഴേ കാണിക്കത്തുള്ളൂ, കാരണം നമുക്കറിയില്ലല്ലോ. കൺഫഷൻ റൂമിൽ നടക്കുന്ന എല്ലാ സാധനങ്ങളും ലൈവിൽ കാണിക്കാറില്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും സീക്വൻസ് ഉണ്ടെങ്കിൽ അത് കാണിക്കാറുള്ളൂ. പിന്നെ ചിലപ്പോൾ ഈ പറയുന്ന ബിഗ് ബോസിൻ്റെ കേസുകളിൽ അവർക്ക് ചില ഷോസൊക്കെ എഗ്രിമെൻ്റ് ഒക്കെ വരും. അപ്പോൾ അവർ എഗ്രിമെൻ്റ് ഒക്കെ സൈൻ ചെയ്ത് കൊടുക്കുന്ന കൺഫഷൻ റൂമിൽ വെച്ചിട്ടാണ്. അപ്പോൾ ആ സംഭവങ്ങളൊന്നും നമ്മൾ കാണിക്കാറില്ല. അപ്പോൾ അതുപോലെ ഈ പറയുന്ന അഭിഷേകിൻ്റെ അടുത്ത് പണപ്പെട്ടിയുടെ സംസാരം കുറയ്ക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ബിഗ് ബോസ് വാൺ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഈ പറയുന്ന പോലെ ബാക്കി സായിയും സിജോ എന്നും സംസാരിക്കുന്ന പോലെ അല്ല. ഋഷിയോട് ഇന്ന് രാവിലെ കണ്ടപ്പോഴാണ് ഞാൻ ഈ വിവരം അറിഞ്ഞിരുന്നു. അപ്പോൾ രാവിലെ കണ്ടപ്പോൾ കൂടിയിട്ടാണ് എനിക്കൊന്ന് ഉറപ്പായത്. കാരണം ഋഷിയുടെ അടുത്ത് പറയുന്നുണ്ട്, ഋഷി നീ ടോപ്പ് 1 ആണെന്ന് നീ വിചാരിക്കും, അപ്പം നിന്റെ പിറകിൽ ഒത്തിരി ആളുകളാണ്, നീ അത് ചിന്തിക്കണം. പണം വേണോ എന്നുള്ള കാര്യം നീ ആലോചിക്കണം. പണം നീ എടുത്തു കഴിഞ്ഞാൽ നിനക്ക് ഉപയോഗമാണ്. ആ ഒരു ലെവലിലുള്ള സംസാരമുണ്ട്. അപ്പോൾ അതൊന്ന് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബിഗ് ബോസ് ഈ പറയുന്ന പോലെ ഒരു വാണിംഗ് കൊടുക്കുന്നത്. പക്ഷേ അഭിഷേക് ഒരുമാതിരി വിഷമം ആവുന്നുണ്ടെന്നാണ് എനിക്ക് അറിയാൻ പറ്റിയത്. പക്ഷേ ഇത് ലൈവിൽ വരുമെന്ന് എനിക്ക് യാതൊരുവിധ ഉറപ്പുമില്ല. കാരണം പല വാണിങ്ങുകളും ലൈവിൽ കാണിച്ചിട്ടില്ല. അപ്പം ഈ ഒരു വാണിംഗ് കാണിക്കുമെന്ന് അറിയില്ല. ഞാൻ അറിഞ്ഞൊരു അപ്ഡേറ്റ് ആണ്, കൺഫേംഡ് ആയിട്ട് അറിഞ്ഞൊരു സാധനമാണ്. അഭിഷേകിന് ഒരു വാണിംഗ് കൊടുക്കുന്നുണ്ട്. പണപ്പെട്ടിയുടെ സംസാരങ്ങൾ, അല്ലെങ്കിൽ ഇന്ന ആളോടത് എടുക്കാൻ പറയുന്നത്, അവരോട് നീ എടുക്ക്, നിനക്ക് ഉപയോഗമാകും എന്ന് പറയുന്ന സംസാരങ്ങൾ ഒഴിവാക്കുക എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പോൾ അഭിഷേകിന് ചെറിയൊരു വിഷമമാവുന്നുണ്ട്. നമ്മുടെ ജാസ്മിൻ കൺഫഷൻ റൂമിൽ കയറിയിട്ട് എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് കാണിച്ചിട്ടില്ല. അപ്പോൾ അതുപോലത്തെ ഒരു ഇൻസിഡൻറ്റ് ആവാനുള്ള ഒരു സാധ്യതയാണ് ഞാൻ പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനുശേഷം നമുക്ക് കാണാൻ പറ്റും അഭിഷേക് വിഷമിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ അഭിഷേക് ഒന്ന് ഡള്ളായിട്ടിരിക്കുന്ന. ബിഗ് ബോസ് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ആരാണ് ഡള്ളാവൂലേ? ഡള്ളാവുന്ന ഒരു സംഭവം നമുക്ക് ലൈവിൽ കാണാൻ പറ്റും. അത് എപ്പോഴാണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഇങ്ങനൊരു സംഭവം നടന്നു എന്ന് മാത്രമേ ഞാൻ അറിഞ്ഞിട്ടുള്ളൂ. അത് നമുക്ക് നോക്കാം. അടുത്ത അപ്ഡേറ്റ് ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ഇതുപോലത്തെ അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ മറക്കാതെ ഫോളോ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.